what is Newtonian mechanics, and what is the Einstein's special theory of relativity? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. So, is it audible now? Can we start now? Okay. So I want some answers from you because you have to say something in between. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ഒന്നും. ഓക്കെ, എന്തെങ്കിലും പറയണേ. ശരി. ഓക്കെ, നമ്മളിപ്പോൾ 18 പേരായിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെൻ വൺ ഫ്രെയിം is at rest and the another frame is moving with a constant speed or velocity which is parallel to one axis, it can be x-axis or any axis, with respect to the first frame, rest frame, then the x dash is equal to x minus vt, y dash is equal to y, z dash is equal to z. So t dash is equal to t. These four equations are called as Galilean transformation. എന്താണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചാൽ, ഒരു ഫ്രെയിം റെസ്റ്റിൽ ഇരിക്കുന്നു. അപ്പൊ ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ചാൽ ഒരു കാര്യം അളക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് പോയിന്റിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്രെയിം റെസ്റ്റിൽ ഇരിക്കുകയോ യൂണിഫോം വെലോസിറ്റിയിൽ പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയും. അപ്പോൾ ഒരു ഫ്രെയിം വെലോസിറ്റിയിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ പോവുകയാണ്. ആദ്യത്തെ ഫ്രെയിം റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ഡാഷ് എന്ന് പറയുന്നത് മൂവിങ് ഫ്രെയിം എന്ന് പറയുന്ന രണ്ടാമത്തെ ഫ്രെയിമിന്റെ പൊസിഷൻ, ഒന്നാമത്തെ ഫ്രെയിമിൽ മെഷർ ചെയ്ത പൊസിഷൻ, ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ എക്സ് ആണെങ്കിൽ എക്സ് ഡാഷ് സമം എക്സ് മൈനസ് വി ടി, വെർ വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ഫ്രെയിം. അതായത് രണ്ടാമത്തെ മൂവ് ചെയ്യുന്ന ഫ്രെയിമിന്റെ വെലോസിറ്റി വി ആണ് എങ്കിൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷനാണ് മൂവിങ് ഫ്രെയിമിൽ. എസ് ഡാഷ് എന്ന് പറയുന്ന മൂവിങ് ഫ്രെയിമിൽ മെഷർ ചെയ്ത അളന്ന പൊസിഷനാണ് എക്സ് ഡാഷ് എങ്കിൽ എക്സ് ഡാഷ് സമം എക്സ് മൈനസ് വി ടി. അപ്പോൾ ഒരു റെസ്റ്റ് ഫ്രെയിമിനെയും ഒരു മൂവിങ് ഫ്രെയിമിനെയും റീഡിങ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഗലീലിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇത് എക്സ് ആക്സിസിന് പാരലായിട്ടാണ് രണ്ടാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്നതെങ്കിലാണ് ഇത് എക്സ് ഡാഷ് സമം എക്സ് മൈനസ് വി ടി എന്ന് പറയുന്നത്. അതേസമയം വൈ ഡാഷ് സമം വൈ ഇസഡ് ഡാഷ് സമം ഇസഡ്, ടി ഡാഷ് സമം ടി. അതേസമയം വൈ ഡയറക്ഷനിലാണ് ഫ്രെയിം മൂവ് ചെയ്യുന്നതെങ്കിൽ വൈ ഡാഷ് സമം വൈ മൈനസ് വി ടി എന്ന് പറയും. എക്സ് ഡാഷ് സമം എക്സ്, ഇസഡ് ഡാഷ് സമം ഇസഡ്, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ പാരലായിട്ട് മൂവ് ചെയ്യുന്നത് ആ വേരിയബിൾ, ആ കോർഡിനേറ്റ് മാത്രം മൈനസ് വി ടി വരും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോസ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഗലീലിയൻ ഇൻവേരിയൻസ്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് ഇന്നത്തെ ടോപ്പിക്ക് ഗലീലിയൻ ഇൻവേരിയൻസ് ആണ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഉണ്ടെന്നെങ്കിലും പറയും. ആരെങ്കിലും ഒരാൾ ഉണ്ട് എന്ന് പറയും, കേൾക്കുന്നുണ്ടെന്ന് പറയും. യെസ് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സൂഫിയ, യാസ്മിൻ, താങ്ക് യു. അപ്പൊ ഗലീലിയൻ ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഗലീലിയൻ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the laws of motion are the same in all inertial or non-accelerating frames.
അതായത് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചലന നിയമങ്ങളായിക്കോട്ടെ, അതെല്ലാം ഒരു ഇനേർഷ്യൽ ഫ്രെയിമിൽ സെയിം തന്നെ ആയിരിക്കും. Galileo discovered this principle in 1632 using the example of a ship traveling at constant velocity on a smooth sea. Any observer doing experiments below the deck would not be able to tell whether the ship was moving or stationary. The fact that the Earth orbits around the Sun at approximately 30 km per second offers a somewhat more dramatic example, though it is technically not an inertial reference frame. അതായത് ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അതായത് എങ്ങനെയാണ് ഇത് പറഞ്ഞത്, ഗലീലിയൻ ഇൻവേരിയൻസ് എങ്ങനെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പലിന്റെ താഴത്തെ തട്ടിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വുഡ് നോട്ട് ബി ഏബിൾ ടു ടെൽ, അത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ കപ്പല് ഇത് സ്മൂത്ത് സീ ആണെങ്കിൽ, ഒന്നും അനങ്ങാത്ത ഒരു കപ്പലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഈ കപ്പലിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്ക് കപ്പൽ മൂവ് ചെയ്യുന്നുണ്ടോ സ്റ്റേഷനറി ആണോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോ എന്താണ്, ഈ ഒബ്സർവർ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സർവറിന് കിട്ടുന്ന റീഡിങ്സും അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഒരു പൊസിഷനും കരയിലിരിക്കുന്ന ഒരാൾ മെഷർ ചെയ്യുന്ന പൊസിഷൻ തമ്മിലുള്ള റിലേഷൻസ് ശരിയായിരിക്കും എന്നുള്ളത്, സെയിം ആയിരിക്കും എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തി ന്യൂട്ടൺസ് ലോ അല്ലെങ്കിൽ ചലന നിയമങ്ങൾ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള ഇനേർഷ്യൽ ഫ്രെയിമിലും ഒരു റെസ്റ്റ് ഫ്രെയിമിലും സെയിം ആയിരിക്കും. ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസിലും ചലന നിയമങ്ങൾ, ദാറ്റ് ഈസ് ലോസ് ഓഫ് മോഷൻസ്, വിൽ റിമെയിൻ ദ സെയിം. അതിനൊരു മാറ്റം, റീഡിങ്സ് കൊണ്ട് മാറ്റം ഉണ്ടാവില്ല. ദ ഫാക്ട് ദാറ്റ് ദ എർത്ത് ഓർബിറ്റ് അറൌണ്ട് ദ സൺ, പക്ഷേ എർത്ത് കറങ്ങുന്നുണ്ട്. Earth orbits around the sun at approximately 30 km per second offers a somewhat more dramatic example, though it is technically not an inertial reference frame. അപ്പോൾ ഇവിടെ ഭൂമി യഥാർത്ഥത്തിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിലും നമ്മൾ സാധാരണ അതിനെ ഈ ലോക്കലായിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തുമ്പോൾ അതിനെ ഇനേർഷ്യൽ ഫ്രെയിം ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. ഭൂമി ഒരു എന്താ പറയുക, ഇനേർഷ്യൽ ഫ്രെയിമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഭൂമി ചുറ്റുന്നത് കൊണ്ട് അതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമാണ്. അപ്പോൾ the Galilean invariance today usually refers to this principle as applied to Newtonian mechanics. That is, Newton's law hold in all inertial frames. എല്ലാ inertial ഫ്രെയിംസിലും. So what is inertial frame? Any frame at rest or at constant velocity. റെസ്റ്റിലോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലോ ഇരിക്കുന്ന ഏത് ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിമാണ്. അങ്ങനെയുള്ള എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസിലും ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ സെയിം ആയിരിക്കും, വേരി ചെയ്യില്ല. ദാറ്റ് ഈസ് ഇൻവേരിയൻസ് ആണ്. ദാറ്റ് ഈസ് the that is the Galilean transformation equation will remain the same, or the laws of motion will remain the same, or Newton's laws of motion will remain the same in all inertial frames. So that is, it is sometimes called as Newtonian relativity. So the Newton's theory, so in this Newtonian relativity, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റി എന്ന് നമ്മൾ ഈ കാര്യങ്ങൾ പറയും. അതായത് ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റിയിൽ ഗലീലിയൻ ഇൻവേരിയൻസ്, അതല്ലെങ്കിൽ ന്യൂട്ടോണിയൻ റിലേറ്റിവിറ്റിയിൽ എന്താണ് പറയുന്നത്? ഒന്നാമത് പറയുന്ന കാര്യം, there exists an absolute space in which Newton's laws are true, and an inertial frame is a reference frame in relative uniform motion to absolute space. അതായത് ഒരു ശൂന്യ പ്രപഞ്ചമുണ്ട്, അതായത് അബ്സല്യൂട്ട് സ്പേസ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അബ്സല്യൂട്ടായ, അതായത് തികഞ്ഞ, കംപ്ലീറ്റ് ആയ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത, ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ശൂന്യതയുണ്ട്, സ്പേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, ഇൻ വിച്ച് അവിടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് ട്രൂ. ആൻഡ് ഇനേർഷ്യൽ ഫ്രെയിം ഇസ് എ റെഫറൻസ് ഫ്രെയിം ഇൻ റിലേറ്റീവ് മോഷൻ ടു ദ അബ്സല്യൂട്ട് സ്പേസ്. അപ്പോൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു അബ്സല്യൂട്ട് സ്പേസുമായി റിലേറ്റീവ് യൂണിഫോം മോഷനിലായിരിക്കുന്ന ഒരു ഫ്രെയിമിനെയാണ് ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ഷെയർ എ യൂണിവേഴ്സൽ ടൈം. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദ്യം ഈ
ആർ ഡാഷ് സമം ആർ മൈനസ് വി ടി എന്ന് പറയുന്ന ഗലീലിയൻ ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയാം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആണ്. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. സോ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി dr dash by dt, that is v dash, that is equal to dr by dt. ഹലോ സാറേ, ആ സാറേ സൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. സാറേ മൈക്ക് ഒന്ന് മൗത്തിന്റെ അവിടെ നിന്ന് ഒന്ന് അകറ്റി പിടിക്കുവോ? ഓക്കെ 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 ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ശരിയായോ? ഇപ്പൊ ശബ്ദം വല്ലാണ്ട് കുറഞ്ഞു. കുറച്ചൊന്ന് അകത്തി പിടിച്ചാൽ മതി മൗത്തിന്റെ അവിടെ നിന്ന്. ഓക്കെ 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 അതായത് നമ്മൾ ഈ ആർ ഡാഷ് സമം ആർ മൈനസ് വി ടി എന്ന് പറയുന്ന ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് കിട്ടുക. പക്ഷെ ആർ ഡാഷിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി ഡാഷ് കിട്ടും, ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി കിട്ടും, വി ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ടി വേരിയബിൾ ആണ്, അപ്പോൾ വി മാത്രം കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ the relation between velocity of the particle in the moving frame v dash samam velocity of the particle in the rest frame v minus velocity of the moving frame അങ്ങനെ കിട്ടും. അതായത് u dash സമം u minus v. So u dash is the velocity of the particle in the moving frame, u is the velocity of the particle in the rest frame, v is the velocity of the second frame, that is moving frame. So again, if we differentiate it, what will happen? U dash, if we differentiate, it will become a dash, that is acceleration of the particle in the moving frame. That is equal to, if I differentiate du, I will get a. If I differentiate v, it will become 0. So finally, the acceleration of the particle in the moving frame is equal to the acceleration of the particle in the rest frame. So what does it mean? What do you mean by that? The acceleration, when I come to the acceleration, position different ആണ്, velocity different ആണ്, പക്ഷെ ആക്സിലറേഷൻ എത്തുമ്പോഴത്തേക്കും റെസ്റ്റ് ഫ്രെയിമിനും മൂവിങ് ഫ്രെയിമിനും ഒരു മാറ്റവും ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റിൽ ഇരുന്നാലും ശരി, ഒരു മൂവിങ് ഫ്രെയിമിൽ ഇരുന്നാലും ശരി, ഒരു പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ മെഷർ ചെയ്യാൻ പോയാൽ നമ്മൾ റെസ്റ്റിൽ ഇരുന്നാലോ ശരി, മൂവിങ് ഇരുന്നാലോ അതിനെക്കുറിച്ച് യാതൊരു മാറ്റം ഉണ്ടാവില്ല, ഒരേ വാല്യൂ ആയിരിക്കും കിട്ടുക. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് എ ഡാഷ് സമം എ, പക്ഷെ അത് യു ഡാഷ് എന്ന് പറയുന്നത് യു അല്ല, മറിച്ച് യു ഡാഷ് സമം യു മൈനസ് വി ആണ്. പക്ഷെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് അല്ല, എക്സ് ഡാഷ് സമം എക്സ് മൈനസ് വി ടി ആണ്. Okay. So that means the mass is invariant in all inertial frames. Mass constant. I suppose in all inertial frames mass constant ആണെങ്കിൽ, the above equation shows that Newton's law of mechanics is, if it is valid in one frame, must hold for all inertial frames. It is assumed to hold in absolute space. Therefore, Galilean relativity holds. അപ്പോൾ ആക്സിലറേഷൻ എത്തുമ്പോഴത്തേക്കും ഒരു ഫ്രെയിമിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഒരു ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഏത് ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്താലും പ്രശ്നമില്ല. അതിന് നിങ്ങൾ റെസ്റ്റിലിരുന്നാലും ശരി, ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ പോകുന്ന ഒരു ഫ്രെയിമിൽ ഇരുന്നാലും ശരി, അതൊരു വിഷയമല്ല. ആ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്രെയിമിന് ഇൻഡിപെൻഡൻ്റ് ആയി. ദാറ്റ് മീൻസ്, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഇപ്പം നമ്മൾ ഫോഴ്സ് മെഷർ ഫോഴ്സിന്റെ വാല്യൂ ഫ്രെയിമിന് ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അതിനെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഫോഴ്സ് is equal to dp by dt. That is called Newton's law. So that means Newton's law is also independent of inertial frame of reference. So that means we can say all Newton's law will be the same in all inertial frames. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സ്വെൽസ് ഇക്വേഷൻസ് എത്തിയപ്പോഴത്തേക്ക് ഈ പ്രശ്നം, ഇത് ഗലീലിയൻസ് ഇൻവേരിയൻസ് വർക്ക് ചെയ്തില്ല. ന്യൂട്ടൺസ് ലോ വർക്ക് ചെയ്തു,
പക്ഷേ മാക്സ്വെൽ ഇത് നിങ്ങൾ പിന്നെ ഇത് നിങ്ങൾ സിലബസിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ പിന്നെ പഠിക്കും. അതായത് മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണ്, മാക്സ്വെൽസ് ഇക്വേഷൻ എങ്ങനെയാണ് അത് ഗലീലിയൻസിൽ വർക്ക് ചെയ്യാത്തത്, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ വായിക്കാം, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം, അതുപോലെ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. പക്ഷേ എന്തായിരുന്നാലും മാക്സ്വെൽസ് ഇക്വേഷൻ എന്തായില്ല, ഗലീലിയൻ ഇൻവേരിയൻസ് വർക്ക് ചെയ്തില്ല. ദാറ്റ് ഈസ് അൺലൈക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, മാക്സ്വെൽസ് ഇക്വേഷൻ ആർ നോട്ട് ഇൻവേരിയന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറി കൊണ്ടുവന്നു. ദാറ്റ് ഈസ് കോൾഡ് എസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. That for full consistency with electromagnetism, mechanics must also be revised, such as Lorentz invariance replaces Galilean invariance. അപ്പോൾ ഗലീലിയൻ ഇൻവേരിയൻസ് എന്തുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിസത്തിന് പറ്റാത്തത് കാരണം വെച്ചാൽ ഗലീലിയൻ ഇക്വേഷൻസ് ഇത് എല്ലാ സമയത്തും എല്ലാ കണ്ടീഷനിലും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം കണ്ടുപിടിച്ചു. ഈ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എന്തിനെ അടിസ്ഥാനമാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറിയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് റിലേറ്റിവിറ്റി എന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എന്താണ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ലോ സ്പീഡിൽ പോകുന്നതും ഹൈ സ്പീഡിൽ പോകുമ്പോഴും ഡിഫറെൻ്റ് ആണ്, മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു ഫ്രെയിമിൽ ലോ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും നമ്മൾക്ക് കിട്ടുന്ന റീഡിങ്സും അതേ ഫ്രെയിം ലൈറ്റിന്റെ സ്പീഡിന്റെ അടുത്ത സ്പീഡിലൊക്കെ വളരെ അടുത്ത ലൈറ്റിനോട് ഈ കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡുകളിൽ ഈ ഒരു ഫ്രെയിം പോകാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ റീഡിങ്സിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ ലോ വെലോസിറ്റിയിൽ നോക്കിയാൽ ലോറൻസ് ഇൻവേരിയൻസും ഗലീലിയൻ ഇൻവേരിയൻസും വർക്ക് ചെയ്യും. പക്ഷേ ലൈറ്റിന്റെ സ്പീഡിനോട് അടുത്ത് പോയാൽ ഗലീലിയൻ ഇൻവേരിയൻസ് തോക്കും. കാരണം വെച്ചാൽ ഈ മാക്സ്വെൽസ് ഇക്വേഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഇക്വേഷനാണ് മാക്സ്വെൽ ഇക്വേഷൻ. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് പോകുന്ന സ്പീഡ് ലൈറ്റിന്റെ സ്പീഡിലാണ്. ഇപ്പോൾ ലൈറ്റിന്റെ സ്പീഡിൽ പോകുന്നതായതുകൊണ്ട് ഗലീലിയൻ ഇൻവേരിയൻസ് വർക്ക് ചെയ്യാതെ വരും. അതുകൊണ്ടാണ് ഹൈ സ്പീഡിൽ ഗലീലിയൻ ഇൻവേരിയൻസ് വർക്ക് ചെയ്യാതെ വരികയും ലോറൻസ് ഇൻവേരിയൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലോറൻസ് ഇൻവേരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും, വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ആയി. എങ്ങനെ സോൾവ് ആയി? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഉപയോഗിച്ച് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നതിന് ശേഷം ലോറൻസ് ഇൻവേരിയൻസ് കൊണ്ടുവന്നു. ലോറൻസ് ഇൻവേരിയൻസ് കൊണ്ടുവന്നപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷനും എന്തായി ഒബേ ചെയ്തു. എപ്പോഴാണ് ഒബേ ചെയ്തത്? കാരണം ലൈറ്റിന്റെ സ്പീഡിൽ പോയാലും മാക്സ്വെൽസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നു, അതുകൊണ്ട് ലോറൻസ് ഇൻവേരിയൻസ് ഒബേ ചെയ്തു. പക്ഷേ ലോ വെലോസിറ്റിയിൽ ലൈറ്റിന്റെ സ്പീഡിലൊന്നും പോകാത്ത ചെറിയ പാർട്ടിക്കിൾസ് ആയ ലൈക്ക് കാർ, ക്രിക്കറ്റ് ബോൾ, അങ്ങനെയുള്ള ചെറിയ സ്പീഡിൽ പോകുന്ന പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ഗലീലിയൻ ഇൻവേരിയൻസ് തന്നെ മതിയാകും. അതാണ് ഈ പറയുന്ന കൺസെപ്റ്റ്. ഇനി ഐൻസ്റ്റീൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഐൻസ്റ്റീൻസ് ടു പോസ്റ്റുലേറ്റ്സ്, പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻവേരിയന്റ് ലൈറ്റ് സ്പീഡ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി എന്ന് നോക്കാം. അതായത് 3 പോയിന്റുകൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഐൻസ്റ്റീൻ പറഞ്ഞ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ്, the special theory of relativity explores the consequence of the invariance of C with the assumption that laws of physics are the same in all inertial frames of reference. അതായത് ഈ ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, ഒന്നാമത് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. രണ്ടാമത്, Einstein first postulate says that the laws of physics are the same and can be stated in their simplest form in all inertial frames of reference. That is, there is no preferred frame and there is no absolute motion. അതായത് laws of physics will be the same in all inertial frames of reference. അത് ഓൾറെഡി ഗലീലിയോ പറഞ്ഞത് തന്നെയാണ് ഐൻസ്റ്റീനും പറയുന്നത്.
പക്ഷേ ഒരു കണ്ടീഷൻ എക്സ്ട്രാ പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ പ്രിഫേർഡ് ഫ്രെയിം ആൻഡ് ദർ ഇസ് നോ അബ്സല്യൂട്ട് മോഷൻ. അബ്സല്യൂട്ട് മോഷൻ ഗലീലിയോ പറഞ്ഞത് ഒരു അബ്സല്യൂട്ട് സ്പേസ് ഉണ്ട്, ആ സ്പേസിന് റിലേറ്റീവായി എല്ലാ ഫ്രെയിംസും റിലേറ്റീവ് ഇനേർഷ്യൽ ഫ്രെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൽ ഐൻസ്റ്റൈൻ പറയുന്നത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ സോഴ്സ് ആൻഡ് ഒബ്സർവർ. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോഴും, ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദ സോഴ്സ് ആൻഡ് ഒബ്സർവർ. അതായത് സോഴ്സിനെയും ഒബ്സർവറിനെയും റിലേറ്റീവ് മോഷന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് അതിനെ മൂവ് ചെയ്യുന്നതിന് ഇൻഡിപെൻഡന്റ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യും, വെലോസിറ്റി സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ രണ്ട് പോയിന്റുകൾ, ഒന്ന് ഐൻസ്റ്റൈൻ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇനർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, എല്ലാ ഫ്രെയിംസ് ഓഫ് റെഫറൻസിലും എന്തായിരിക്കും, ലോസ് ഓഫ് ഫിസിക്സ് സെയിം ആയിരിക്കും, സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഈ ഐൻസ്റ്റൈൻ പറയുന്നത്. So this is what I mean by invariance of the frame of reference. Now we will discuss one more topic. We will discuss one more topic. So this is a topic called as non-inertial frames of reference. So what is a non-inertial frames of reference? All of you can see this presentation. എല്ലാവർക്കും presentation കാണുന്നുണ്ടോ? All of you can see this presentation. എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. Okay, thank you. Okay. So what is an inertial frame of reference? A frame of reference where it is at rest or it is in moving with constant velocity and it doesn't experience any force for the frame in ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. പക്ഷേ എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസിലും ആ ഒരു പാർട്ടിക്കിളിന്റെ ഫോഴ്സ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. പക്ഷേ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് എക്സാമ്പിൾ പറയുന്നതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ഷൻസ് പറയാം. ഇപ്പോ ഇതൊക്കെ നമ്മൾ കണ്ട എന്താണ്, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. ഇതാണ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിൽ എന്താണ് സംഭവിച്ചത്, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഫ്രെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ് ഡയറക്ഷനിൽ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് എക്സ് മൈനസ് വി ടി ആയിരിക്കും എന്ത്, ഇത് എ ആണ്. ഇതിൽ ആദ്യം ഓൾറെഡി എ അകലത്തിലായിരുന്നു, പിന്നെ ബി വെലോസിറ്റിയിൽ കൂടെ പോകുന്നതുകൊണ്ട് എക്സ് മൈനസ് എ മൈനസ് വി ടി ആയിരിക്കും. ഓക്കെ, പിന്നെ വൈ ഡയറക്ഷനിൽ ഇത് ഓൾറെഡി ബി അകലെയാണ്, അപ്പോൾ ബി ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് വൈ ഡാഷ് ഇസ് ഇക്വൽ ടു വൈ മൈനസ് ബി ആണ്. ഇതൊരു എക്സാമ്പിൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പറയാണ്.
ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇത് ഈ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ എന്ന്? അതായത് ഈ നീല കാണിച്ചിരിക്കുന്നത് മൂവിങ് ഫ്രെയിം ആണ്. പക്ഷെ ആ നീല ഫ്രെയിം ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് എക്സ് ആക്സിസിൽ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഉള്ളത്. പിന്നെ വൈ ആക്സിസിൽ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് അത് ഉള്ളത്. ഇനി അത് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പം എക്സ് ഡയറക്ഷനിലെ വി വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഈ എക്സ് ഡാഷിൽ മെഷർ ചെയ്യുന്ന പൊസിഷൻ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ മൈനസ് വി ടി ആയിരിക്കും. വൈ ഡാഷ് എന്ന് പറയുന്നത് വൈ മൈനസ് ബി ആയിരിക്കും. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? ആരെങ്കിലും പറയില്ലേ? ആരും പറയില്ല? മനസ്സിലായിക്കണു സാറേ. ഓക്കെ ഓക്കെ. അല്ല, കുറെ സമയം എടുക്കൂല്ലേ? ശരി. ഇത് വേറെ എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ നോക്കിയാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഇവിടെ ഈ ബ്ലൂ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സ് ഡാഷ് എക്സ് കോസ് ഒമേഗ ടി പ്ലസ് വൈ സൈൻ ഒമേഗ ടി ആയിരിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബ്ലൂ ഫ്രെയിമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ബ്ലൂ ഫ്രെയിമിന്റെ ഒറിജിനിൽ നിന്നും ഈ ബ്ലാക്ക് ഡോട്ടിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്, ഈ ബ്ലാക്കിന്റെ എക്സും അതിന്റെ കോസ് ഒമേഗ ടിയും, എക്സിന്റെ കോസ് ഒമേഗ. അപ്പം ഈ പിന്നെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇങ്ങനൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിളിൽ ഇങ്ങനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എക്സ് കോസ് ഒമേഗ ടി എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ആയിരിക്കും. അതുപോലെ വൈ ഡയറക്ഷനിലെ ഹൊറിസോണ്ടൽ കമ്പണന്റ് ആണ് വൈ സൈൻ ഒമേഗ ടി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കാവുന്നതാണ്. ഇങ്ങനെ ഇത് കിട്ടുന്നോ എന്നൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേമാതിരി ഇവിടെ ഇതാണ് വൈ ഡാഷ്, ഇതാണ് വൈ ഡാഷ്, ഇതാണ് വൈ ഡാഷ്, ഇതാണ് എക്സ് ഡാഷ്. അപ്പൊ ഇത് ഈ ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരച്ചിട്ട് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒന്നെന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോ പിന്നെ ഇത് എക്സ് ഡാഷ് ആയിരിക്കും, ഇത് വൈ ഡാഷ് ആയിരിക്കും. അപ്പൊ ഇതാണ് വൈ ഡാഷ്, ഇതാണ് എക്സ് ഡാഷ്, ഇതാണ് എക്സ്, ഇതാണ് എക്സ്. ഐ മീൻ ഈ പൊസിഷൻ, സോറി, ഈ പൊസിഷൻ, ഇതാണ് എക്സ്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ട്രിഗണോമെട്രി ഉപയോഗിച്ച് ഈ ഇക്വേഷൻസ് നിങ്ങൾ ഡെറൈവ് ചെയ്യണം. എക്സ് ഡാഷും എക്സിൻ്റെ വൈ ഡാഷിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. അത് നിങ്ങൾ ഞാൻ പറഞ്ഞതിനേക്കാളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുള്ളൂ. ഓക്കെ സാർ, അത് സ്ഫിറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ? പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫിറിക്കൽ അല്ല സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒന്നുമല്ല. അത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആർ തീറ്റ ഫൈവ് എന്നാണ് പറയാം. അത് നിങ്ങളെ പഠിപ്പിക്കുക. അത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ഒന്നുകിൽ അത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അത് ഇതല്ല, ഇത് റൊട്ടേഷൻ ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് പറയുക. നിങ്ങൾ ഗൂഗിൾ എടുത്ത് റൊട്ടേഷൻ ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. എല്ലാവരും ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഈ സംഭവമാണ് എന്ത്, ഇതാണ് ഇതിന്റെ പേരെന്താടോ? ഈ ഇക്വേഷന്റെ പേരെന്താ? ഇപ്പൊ ഞാൻ
ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഇക്വേഷന്റെ പേരെന്താ? ഗലീലിയൻ ഇക്വേഷൻ അല്ലേ? അല്ലേ? ഇതെല്ലാം കൂടെയാണ് ഗലീലിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എസ് ഇനർഷ്യൽ ആണ് എന്ന് വെച്ചാൽ റെസ്റ്റ് ഫ്രെയിം ഇനർഷ്യൽ ആണ്. എസ് ഡാഷ് മസ്റ്റ് ബി ഇനർഷ്യൽ ഗലീലിയൻ റിലേറ്റിവിറ്റി അനുസരിച്ച്. ഇനി രണ്ടും നോക്കാം. If S dash is moving with respect to x with acceleration a. ഇപ്പൊ ഒരു ചെറിയ മാറ്റം. ഹലോ, കാണുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ ഇടയ്ക്ക് എന്നൊക്കെ പറയടോ. എന്താണിത്? കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ആതിര, വലിയ ഉപകാരം കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇപ്പോ എന്താ പറയാ, ഇടയ്ക്ക് ഇന്ന് സംസാരിക്കണം നിങ്ങൾ. എനിക്ക് അത് ഇടയ്ക്ക് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശരിയാവുന്നില്ല, മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാതില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ മതി. അതൊക്കെ സംസാരിച്ച് നമുക്ക് ശരി ഇതാക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ആൻസേഴ്സ് നമ്മൾ തരും. അപ്പം പിന്നെ ഒന്നാമത് വെച്ചാൽ ഓൾവേസ് കോഓപ്പറേറ്റ് വിത്ത് ഓൾ യുവർ ടീച്ചേഴ്സ്. അതിലൂടെയാണ് നിങ്ങളുടെ വിജയം ഉള്ളത്. നിങ്ങളുടെ വിജയം യഥാർത്ഥത്തിൽ ടീച്ചേഴ്സിലൂടെയാണ് നിങ്ങൾ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ എന്താ പറയുക, പ്രോസ്പെരിറ്റിക്കുള്ള പ്ലാനിങ്സും അതിന് വേണ്ട മെറ്റീരിയൽസ്, അതിനുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ ഒക്കെ തരാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അതിനൊക്കെയുള്ള ഗൈഡൻസ് നമ്മൾ തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വാട്ടെവർ നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഓറിയന്റേഷനും നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടീച്ചേഴ്സ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത്, അതെന്താണോ അവർ പറയുന്നത് അതിനെ പരിപൂർണമായിട്ടും വിശ്വസിച്ച് അനുസരിക്കുക എന്നുള്ള, അതിലൂടെയാണ് നിങ്ങളുടെ വിജയം, ഭാവിയും ജീവിതവും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഇവിടെ ആക്സിലറേഷൻ 0 അല്ല. അതായത് ഇവിടെ a is not equal to 0. a is not equal to 0 എന്ന് വെച്ചാൽ എന്താ? ആക്സിലറേഷൻ ഉണ്ട് അല്ലെ? ആരാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്? ഈ രണ്ടാമത്തെ ഫ്രെയിം അല്ലെ? ഈ എസ് ഡാഷ് ആക്സിലറേറ്റ് ചെയ്യുന്നു. പക്ഷെ എസ്സോ, ഈ എസ് ഇവിടെ എന്താണ്? സോറി, ഇവിടെ എന്താണ്? ഇവിടെയാണെങ്കിൽ a is equal to 0. പ്രശ്നമായി. ഓക്കെ, പോട്ടെ. ഓക്കെ, എന്തായാലും മനസ്സിലായല്ലോ. അപ്പോൾ ബ്ലാക്ക് കളർ റെസ്റ്റിലാണ്, വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ 0 ആണ്. ബ്ലൂ കളർ വെലോസിറ്റി 0 അല്ല, ആക്സിലറേഷൻ 0 അല്ല, വെലോസിറ്റി ചേഞ്ചിങ്, ആക്സിലറേഷൻ ഇസ് കോൺസ്റ്റന്റ്. In S frame, a particle is moving under influence of a force F. The coordinate transformations are, see, നമ്മൾ പഠിച്ചിട്ടുണ്ട്, x is equal to ut plus half at square, x is equal to x dash is equal to x minus a minus half at square. Hello, this is the transformation equation. Okay, because y directionൽ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് y മൈനസ് ബി ഇനിഷ്യൽ പൊസിഷൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതേസമയം എക്സ് ഡയറക്ഷനിൽ ഇനിഷ്യൽ പൊസിഷനും ഉണ്ട്, ആക്സിലറേഷനും ഉണ്ട്. ആക്സിലറേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു പൊസിഷൻ ചേഞ്ച് ആണ് ഹാഫ് at സ്ക്വയർ. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യണം. അത് സബ്ട്രാക്ട് ചെയ്താൽ നമ്മൾ എന്ത് കിട്ടും? എക്സിന് കിട്ടുന്ന വാല്യൂവിൽ നിന്നും എയും സബ്ട്രാക്ട് ചെയ്യണം,
ഹാഫ് 8t² സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് കിട്ടും. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ, യു ഡാഷ് ഈസ് ഈക്വൽ ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു മൈനസ് എ ഇസ് എ കോൺസ്റ്റന്റ്, മറിച്ച് ഇവിടെ ക്യാപിറ്റൽ ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ്, ടി ഇസ് എ വേരിയബിൾ. സോ 2t 2 കട്ടായി ബാക്കി 8t കിട്ടും. ഇതാണ് വെലോസിറ്റി. ഇതിനെ നമ്മൾ ആക്സലറേഷൻ എന്തായിരിക്കും, ഇതിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇതാണ് ആക്സലറേഷൻ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ യു ഡാഷിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ ഡാഷ് കിട്ടും, യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ കിട്ടും, എ ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ്, ദ ആക്സലറേഷൻസ് മെഷേർഡ് ഇൻ ദ ടു ഫ്രെയിംസ് ആർ നോട്ട് സെയിം. കേട്ടോ, മനസ്സിലായ? The acceleration measured in the two frames are not same. എല്ലാവരും കാണുന്നുണ്ടോ? The acceleration measured in the two frames not same. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ഫ്രെയിം വെലോസിറ്റിയിലുണ്ട്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷൻ 0 ആണ്. പക്ഷേ എന്താണ്, അപ്പോൾ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ സെയിം ആയിരുന്നു. പക്ഷെ ഈ കേസിൽ രണ്ടാമത്തെ ഫ്രെയിമിന് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ സെയിം അല്ല. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിമിന്റെ ആക്സലറേഷൻ 0 ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ സെയിം ആയിരിക്കും. രണ്ടാമത്തെ ഫ്രെയിമിന്റെ ആക്സലറേഷൻ 0 അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ ആക്സലറേഷനും സെയിം അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ട് ഫ്രെയിമിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട പാഠം. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, സർ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫ്രെയിമിൽ നമ്മൾ അളക്കുന്ന ആക്സലറേഷൻ അല്ല അതിന്റെ ആക്ച്വൽ ആക്സലറേഷൻ ആ ഒരു പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സലറേഷൻ, ഫ്രെയിമിന് ആക്സലറേഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ നമ്മൾ മെഷർ ചെയ്യും. പാർട്ടിക്കിളിന് ചിലപ്പോൾ ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ നമ്മൾ മെഷർ ചെയ്യാണ് രണ്ടാമത്തെ ഫ്രെയിമിന്റെ പ്രത്യേകത അവിടെ ആക്സലറേഷൻ ഇല്ല. ഒന്നാമത്തെ ഫ്രെയിം അതിന് വെലോസിറ്റി ഇല്ല, ആക്സലറേഷനും ഇല്ല, അത് റെസ്റ്റിലാണ്. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിളിന് കിട്ടുന്ന ആക്സലറേഷൻ നമ്മൾ റെസ്റ്റ് ഫ്രെയിമിലും മൂവിങ് ഫ്രെയിമിലും, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള ഫ്രെയിമിലും ഒരേപോലെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ദ ആക്സലറേഷൻ if it will be the same, or the acceleration and the force will be the same, which is measured in all inertial frames of reference. Suppose if the second frame is accelerating, that is, it is having velocity, but the velocity is changing, then it is accelerating. In that case, the acceleration value of the particle രണ്ടാണ്. അതായത് ഇവിടെ ഞാൻ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ വേറെ, ഫ്രെയിമിന്റെ ആക്സലറേഷൻ വേറെ. ഫ്രെയിമിന്റെ ആക്സലറേഷൻ ക്യാപിറ്റൽ എ ആണ്, പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ സ്മോൾ എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അതായത് സെക്കൻഡ് ഫ്രെയിമിലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം എന്താ? എ ഡാഷ് സമം എ മൈനസ് എ എന്നാണ്. അപ്പോൾ എ ഡാഷ് എന്ന് വെച്ചാൽ എന്താ? മൂവിങ് ഫ്രെയിമിലെ ആക്സലറേഷൻ. ആരുടെ ആക്സലറേഷൻ? പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ. എ എന്ന് വെച്ചാൽ എന്താ? റെസ്റ്റ് ഫ്രെയിമിലെ ആക്സലറേഷൻ. ആരുടെ ആക്സലറേഷൻ? പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ. മൈനസ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ എന്ന് വെച്ചാൽ എന്താ? ഫ്രെയിമിന്റെ ആക്സലറേഷൻ. ഏത് ഫ്രെയിമിന്റെ? രണ്ടാമത്തെ ഫ്രെയിമിന്റെ ആക്സലറേഷൻ. ഇപ്പൊ രണ്ടാമത്തെ ഫ്രെയിമിന്റെ ആക്സലറേഷൻ ക്യാപിറ്റൽ എ സബ്ട്രാക്ട് ചെയ്യണം. എവിടെ നിന്ന്? റെസ്റ്റ് ഫ്രെയിമിൽ കിട്ടുന്ന ആക്സലറേഷനിൽ നിന്നും രണ്ടാമത്തെ ഫ്രെയിമിന്റെ ആക്സലറേഷൻ കുറയ്ക്കുമ്പോഴാണ് രണ്ടാമത്തെ ഫ്രെയിം, അതായത് ആക്സലറേറ്റിംഗ് ഫ്രെയിമിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആക്സലറേഷന്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ദാറ്റ് മീൻസ് ദ ആക്സലറേഷൻ വാല്യൂ ഓഫ് വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ഫ്രെയിം വിൽ ബി ലെസ്സർ
by amount capital A, which is the value of acceleration of the frame from the value of acceleration of the particle measured with respect to the rest frame. So is it clear? Ellarkum clear ayo? All of you understood? അല്ലെ നിങ്ങളെ എന്താണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും പറയ്, ഇല്ലെങ്കിൽ ഒന്ന് യെസ് അല്ലെങ്കിൽ നോ പറയ്, എന്നാലേ ഞാൻ അടുത്തത് പറയുള്ളൂ. ഹലോ, കേൾക്കുന്നില്ല? സർ ഹലോ നമ്മൾ ഹലോ ആ നമ്മളിപ്പോ ഒരു ട്രെയിനിലൊക്കെ പോവാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ആള് ഇപ്പോ ട്രെയിനിൽ നിൽക്കുന്ന ആള് അവിടുന്ന് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യുന്നതും പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നതും വേറെ വേറെ അല്ലേ? അപ്പോ എന്താണ് ആക്സിലറേഷൻ അവിടെ കൊടുക്കുന്നത് ഒന്നല്ല, പക്ഷെ കാണുന്നത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് കാണുന്നത് വേറെ അല്ലേ? അതെന്താ? അതായത് ട്രെയിൻ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ ട്രെയിൻ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിലാണ് ഈ കല്ലിന്റെ ആക്സിലറേഷൻ കോമൺ ആയിരിക്കും, സെയിം ആയിരിക്കുക. നമുക്കറിയില്ലല്ലോ ട്രെയിൻ ആക്സിലറേഷനിലാണോ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ എന്ന്. മിക്കവാറും ആക്സിലറേഷനിലായിരിക്കുമല്ലോ. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഇപ്പോൾ റെസ്റ്റിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് കൂടും, അപ്പോൾ ആക്സിലറേഷൻ കൂടും. അപ്പോൾ ആക്സിലറേഷൻ ഉണ്ട്, അതായത് വെലോസിറ്റി കൂടും. അങ്ങനത്തെ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു ആക്സിലറേഷൻ നമ്മൾ വേറൊരു പാർട്ടിക്കിളിൻ്റെ, ഒരു കല്ലിൻ്റെ ആക്സിലറേഷൻ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ട്രെയിനിലിരിക്കുന്ന അത് പല കാര്യങ്ങളുണ്ട്. അത് നമുക്കിപ്പം ഡയറക്ഷനൊക്കെ നോക്കേണ്ടി വരും, എന്നാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പം വെലോസിറ്റി കോൺസ്റ്റന്റ്, ട്രെയിനിൻ്റെ കോൺസ്റ്റന്റ് ആയിരുന്നാൽ ആക്സിലറേഷൻ എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ട്രെയിനിൻ്റെ ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോഫിയ? സർ പറയൂ, എന്താ ഡൗട്ട് ഉണ്ട്? ഡൗട്ടില്ല. ഓക്കെ, അപ്പം അടുത്തത് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ കുറേ നേരം എടുക്കൂല്ലേ ഇത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ? അത് ടൈപ്പ് ചെയ്യാണ് കുട്ടികൾ, അതുകൊണ്ടാണ് അവർ വോയിസ് ഓൺ ആക്കണില്ല. അല്ല, വോയിസ് നിങ്ങൾക്ക് കേൾക്കണ്ടേ? വോയിസ് ഓൺ ആക്കിയില്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ആക്കണം. നിങ്ങൾ നെറ്റൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം, ഇന്റർനെറ്റ് പാക്കേജ്, അതുപോലെ ലാപ്ടോപ്പൊക്കെ വാങ്ങിച്ചു വെക്കണം. അടുത്തത്, ഇനി ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഫ്രെയിമിനെയാണ് നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഫ്രെയിമിൽ നമ്മൾ ഫോഴ്സ് മെഷർ ചെയ്താലോ, ദ ഫോഴ്സ് മെഷേർഡ് ഇൻ എസ് ഡാഷ് വിൽ ബി എഫ് ഡാഷ്. അപ്പോൾ എഫ് ഡാഷ് എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എം എ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ഇത് നിങ്ങൾ ഒരു കുറേ പ്രാവശ്യം പറഞ്ഞ് പഠിക്കണം. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എം എ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു F dash is equal to M A dash, that is equal to F minus A. Oh, so what is F? F is equal to M A. കേട്ടോ, ഇതിനെ മൾട്ടിപ്ലൈ ബൈ എം, ഇതിനെ മൾട്ടിപ്ലൈ ബൈ എം, ഇതിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, ഇതിനെ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എം എ ഡാഷ് ഇസ് ഈക്വൽ ടു എം എ മൈനസ് എം ക്യാപിറ്റൽ എ. എം സ്മോൾ എ എന്ന് വെച്ചാൽ എന്താ? എം സ്മോൾ എ എന്ന് വെച്ചാൽ എന്താ? എഫ്. അപ്പൊ എഫ് എന്ന് വെച്ചാൽ എന്താ? എഫ് എന്ന് വെച്ചാൽ ദ ഫോഴ്സ് ഓഫ് ദ പാർട്ടിക്കിൾ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ദ റെസ്റ്റ് ഫ്രെയിം. ഇപ്പൊ റെസ്റ്റ് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ്. ഇനി എം എ എന്ന് വെച്ചാൽ എന്താ? രണ്ടാമത്തെ ഫ്രെയിം ആക്സിലറേഷന്റെ അതെ, രണ്ടാമത്തെ ഫ്രെയിമിന്റെ ആക്സിലറേഷന്
പാർട്ടിക്കിളിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ നമ്മൾ സ്യൂഡോ ഫോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ നല്ലപോലെ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് എന്ന് ചോദിക്കും. വാട്ട് ഈസ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ് എന്ന് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നു, അത് നിങ്ങൾ എപ്പോഴും ആവശ്യമുണ്ട്. അതായത് ഒരു ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ട് ഒരു പാർട്ടിക്കിളിന് കിട്ടുന്ന ഒരു ഫോഴ്സാണ് ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ്. സോ എസ് ഡാഷ് ഇസ് നോട്ട് ഇനേർഷ്യൽ. അപ്പോൾ എസ് ഡാഷ് ഫ്രെയിം ഇനേർഷ്യൽ ഫ്രെയിം അല്ല. എന്തുകൊണ്ട് ഇനേർഷ്യൽ ഫ്രെയിം അല്ല? ലോസ് ഓഫ് ഫിസിക്സ്, ഫോഴ്സ് സെയിം അല്ലെങ്കിൽ ആ ഫ്രെയിമുകളെല്ലാം ഇനേർഷ്യൽ ഫ്രെയിം അല്ല. അപ്പോൾ ഫോഴ്സ് സെയിം ആണെങ്കിൽ മാത്രമാണ് ഇനേർഷ്യൽ ഫ്രെയിം. ഇവിടെ നോക്കിയേ, എം എ ഡാഷ് ഇസ് നോട്ട് ഈക്വൽ ടു എം എ, ബട്ട് എം എ അപ്പം റെസ്റ്റ് ഫ്രെയിമിന് കിട്ടുന്ന ഫോഴ്സിനെ കുറച്ച് എം എ കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂവിങ് ഫ്രെയിമിലെ ഫോഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മൂവിങ് ഫ്രെയിമിലെ ഫോഴ്സും റെസ്റ്റ് ഫ്രെയിമിലെ ഫോഴ്സും തുല്യമല്ല. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മൾ പറയും ഈ മൂവിങ് ഫ്രെയിം എന്ത് ഫ്രെയിം അല്ല, ഇനേർഷ്യൽ ഫ്രെയിം അല്ല, കാരണം ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എഫിനെ സംബന്ധിച്ചിടത്തോളം എഫ് ഇസ് ഈക്വൽ ടു എം എ ഡാഷ് പ്ലസ് എം എ എന്ന് കിട്ടും. അപ്പോൾ ഈ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെസ്റ്റ് ഫ്രെയിമിൽ നിന്നും നോക്കുകയാണെങ്കിൽ മൂവിങ് ഫ്രെയിമിൻ്റെ ഫോഴ്സിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫോഴ്സ് ആഡ് ചെയ്യണം. ഇനി അതല്ല, മൂവിങ് ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ റെസ്റ്റ് ഫ്രെയിമിൻ്റെ ഫോഴ്സിൻ്റെ കൂടെ ഒരു ഫോഴ്സ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ സബ്ട്രാക്ട് ചെയ്യുന്ന മൈനസ് എം എ എന്ന് പറയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സ്. ഫിക്ടിറ്റീഷ്യസ് എന്ന് വെച്ചാൽ എന്താ? ഫിക്ടിറ്റീഷ്യസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഫിക്ടിറ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ സ്യൂഡോ എന്നാണ്. സ്യൂഡോ 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 എന്ന് വെച്ചാൽ എന്താ? ഇല്ലാത്തത്, അതായത് തോന്നുന്നത്. ദാറ്റ് ഈസ് നോട്ട് റിയൽ. സത്യത്തിൽ ഇല്ല, പക്ഷേ നമുക്കത് ഉണ്ടോയെന്ന് തോന്നും. അതിനെയാണ് സ്യൂഡോ എന്ന് പറയാം. അപ്പം ഇതിനെ സ്യൂഡോ ഫോഴ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പം സ്യൂഡോ ഫോഴ്സ് എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു എക്സ്ട്രാ അപ്പാരന്റ് ഫോഴ്സ്, അതായത് തോന്നുന്ന ഫോഴ്സിനെയാണ് സ്യൂഡോ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിവാലൻസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കാറിൽ നമ്മളൊരു പെൻഡുലം തൂക്കിയിട്ടിരുന്നു വിചാരിക്കാം. ഇപ്പൊ കാറ് ആദ്യം റെസ്റ്റിലിരിക്കുകയാണ്. ഓക്കെ, ഇത് കാർ റെസ്റ്റിലാണ്. കാറ് റെസ്റ്റ്. കാർ റെസ്റ്റിലാണ്. ഇവിടെ കാർ മൂവിങ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കാറ് മൂവിങ്. ഓക്കെ, ഇവിടെ കാറ് റെസ്റ്റ്. മനസ്സിലായോ? ദിസ് ഇസ് 1, ദിസ് ഇസ് 2. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കാറ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഒരു പെൻഡുലം നമ്മൾ തൂക്കിയിട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് അപ്പോൾ ആ പെൻഡുലത്തിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു വെയിറ്റ് ഉണ്ടാവും, ഒരു ടെൻഷൻ ഉണ്ടാവും. അല്ലേ? ആണോ? അല്ലേ? ഹലോ, ഇനി ഇതിന് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിമാണ്. കാരണം കാർ റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറയും. ദ ബോബ് ഇസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ. അപ്പോൾ ഈ ബോബ് ഇങ്ങനെ എന്ത് ചെയ്യും? ഇത് ഓസിലേറ്റ് ചെയ്യും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും വിത്ത് ആൻ ആക്സിലറേഷൻ എ. ഓക്കെ, സോറി, ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് ഇനി the passenger in the car sees the
in the inertial frame moving with an in inertial frame, the bob is moving with an acceleration in an inertial frame. In inertial frame, the bob is moving with an acceleration a. The passenger in the car sees the bob hanging steadily at an angle theta to the vertical. Suppose in this case, car is moving with an acceleration a. Acceleration a. ഇവിടെ കാർ ആക്സലറേഷൻ എ ഉണ്ട്. അല്ല സോറി ക്യാപിറ്റൽ എ. Capital A is the acceleration. So കാർ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ നോക്കിയേ, മുകളിലത്തെ ഇക്വേഷൻ നോക്കിയേ. See here, ക്യാപിറ്റൽ എയുടെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ് അല്ലേ? ക്യാപിറ്റൽ എയുടെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. അപ്പം ഈ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഈ നമ്മൾ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ, അതായത് ഫ്രെയിമിന്റെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് കാരണം ഒരു നെഗറ്റീവ്, അതായത് ഈ ഫിക്ടിഷ്യസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എ ഡാഷ് പോസിറ്റീവ് ആണ്, ക്യാപിറ്റൽ എ നെഗറ്റീവ് ആണ്. ആ ടേം നെഗറ്റീവ് ആണ്. കാരണം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷനും ഫിക്ടിഷ്യസ് പിന്നെ സിസ്റ്റത്തിന്റെ ഫ്രെയിമിന്റെ ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാറ് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. കാർ ഇങ്ങോട്ടാണ് പോവുക. അപ്പൊ കാർ ഇങ്ങോട്ട് ക്യാപിറ്റൽ എ ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ, കാർ ഇങ്ങോട്ട് ക്യാപിറ്റൽ എ ആക്സിലറേഷനിൽ പോവുകയാണെങ്കിൽ ഈ ഫിക്ടിഷ്യസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും. അതാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടായിരിക്കും. ദിസ് ഇസ് മൈനസ് എം ക്യാപിറ്റൽ എ. അപ്പോൾ ഇവിടെ 3 ഫോഴ്സ് ആക്ട് ചെയ്യും. ഒന്ന് വെയിറ്റ്, ഒന്ന് ടെൻഷൻ, പിന്നെ എക്സ്ട്രാ ഒരു ഫോഴ്സ് മൈനസ് എം എ. ഇവിടെ എന്തുകൊണ്ട് ആക്ട് ചെയ്തില്ല? കാരണം ഇവിടെ കാർ റെസ്റ്റിലാണ്. ഇവിടെ കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെൻഡുലം നോക്കുമ്പോൾ പെൻഡുലത്തിൻ്റെ ഒരു എക്സ്ട്രാ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇത് ആർക്കാണ് കാണുക? പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴാണ് കാണുക. ഇവിടെ നോക്കിയേ, എം എ ഡാഷ്, അതെ, പുറത്തുനിന്ന് ഒരാൾ മെഷർ ചെയ്യുന്ന ആക്സിലറേഷനിൽ നിന്നും ഇത് കുറവായിരിക്കും. ഇത്രയും ഫോഴ്സ് മൈനസ് എ കുറവായിരിക്കും, ഫോഴ്സും കുറവായിരിക്കും. ഈ ഡയറക്ഷനിലെ ഫോഴ്സ് കുറവായിരിക്കും. അപ്പൊ ആക്സിലറേറ്റിംഗ് ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ? ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമിനെയാണ് ആക്സിലറേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. So there are many non-inertial frames that one needs to consider, such as elevators, merry-go-rounds. Merry-go-round എന്ന് വെച്ചാൽ ഈ വീഗാലാൻഡിലൊക്കെ ഉള്ള സാധനമാണ്. Is there any possible way to modify Newton's law so that they hold in non-inertial frames, or do we have to give up entirely on F is equal to ma? It turns out that we can in fact hold on to F is equal to ma, provided that we introduce some new fictitious forces. These are the forces that a person in the accelerating frame thinks exist. അപ്പോൾ എന്തിനാണ് ഫിക്ടിഷ്യസ് ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂട്ടൺസ് ലോ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫിക്ടിഷ്യസ് ഫോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ആർ ദ ഫോഴ്സസ് ദാറ്റ് എ പേഴ്സൺ ഇൻ ദ ആക്സിലറേറ്റിംഗ് ഫ്രെയിം തിങ്സ് എക്സിസ്റ്റ്. അപ്പോൾ ഈ ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഉണ്ടാകുന്ന ഒരു എക്സ്ട്രാ ഫോഴ്സാണ് അത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അടുത്ത ഒരു എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഫ്രെയിമുകൾ, അതായത് നോൺ ഇനർഷ്യൽ ഫ്രെയിംസിനെ നമ്മൾ പഠിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? എനേബിൾ us to explore some of the conceptual difficulties of classical mechanics, and secondly it will provide deeper insight to the Newton's law, the properties of space and the meaning of it. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ?
അപ്പോൾ ഈ എന്തുകൊണ്ടാണ് നമ്മൾ നോൺ ഇനർഷ്യൽ ഫ്രെയിം പഠിക്കാൻ കാരണം? അത് നമ്മൾ ഈ നോൺ ഇനർഷ്യൽ ഫ്രെയിം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അത് മാത്രമല്ല ഈ മെക്കാനിക്സിലുള്ള ഡിഫിക്കൽട്ടീസ്, കൺസെപ്ച്വൽ ഡിഫിക്കൽട്ടീസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഇറ്റ് വിൽ പ്രൊവൈഡ് ഡീപ്പർ ഇൻസൈറ്റ്. ന്യൂട്ടൺസ് ലോയുടെ ഈ ആഴത്തിൽ പഠിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ്? ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ, ആൻഡ് ദ മീനിങ് ഓഫ് ഇനേർഷ്യയുടെ അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ആക്സിലറേറ്റിംഗ് ഫ്രെയിംസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളോടുകൂടി നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഈ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ തലയിലേക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇതുപോലെ ഈ ഒരു പ്രോബ്ലം, ഈ രണ്ട് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഈ രണ്ട് പ്രോബ്ലം, ഒന്ന് കാറിൻ്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ സിലിണ്ടർ റോളിംഗ് ഉണ്ട്. ഈ രണ്ട് പ്രോബ്ലവും നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ, ഇത്രയും നോട്ട്സ് കംപ്ലീറ്റ് നോട്ട്ബുക്കിൽ എഴുതണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിച്ചതൊക്കെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവണം. ഈ രണ്ട് പ്രോബ്ലംസ് ഹോംവർക്കായിട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങളോടുകൂടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. പ്ലീസ് ആസ്ക് ഇഫ് എനിത്തിങ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. ഹലോ, ഹലോ, ആരും ഒന്നും ചോദിക്കുന്നില്ല? Okay, so let us stop here.